നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒരു പിടി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ ആളുകളും ലോട്ടറി എടുക്കുന്നത്. ഒത്തിരി മോഹങ്ങളുമായി എടുത്ത ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറി ഫലപ്രഖ്യാപനമായിരുന്നു ഇന്നലെ. നമ്മൾ എല്ലാവരും അറിഞ്ഞു പാലക്കാട് നിന്നും വിറ്റ ടിക്കറ്റിനാണ് സമ്മാന തുകയെന്ന്. ബമ്പർ ലോട്ടറിക്ക് മാത്രമല്ല പാലക്കാടുമായുള്ള ബന്ധം. കൂടുതൽ സമ്മാനങ്ങളും ഇതേ ജില്ലയിൽ നിന്നും തന്നെയാണ്. അതുപോലെ തന്നെ കൂടുതൽ ടിക്കറ്റ് വിറ്റതും പാലക്കാട് തന്നെ. 20 കോടി രൂപയായിരുന്നു ഭാഗ്യശാലിക്ക് ലഭിക്കുന്ന തുക. അതിൽ 30% നികുതി ഈടാക്കിയ ശേഷം ഭാഗ്യശാലിക്ക് കയ്യിൽ കിട്ടുന്നത് 12.60 കോടി രൂപയായിരുന്നു. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഒന്നാം സമ്മാനം നേടിയ ടിക്കറ്റ് വിറ്റ ഏജന്റിന് 2 കോടി രൂപ കമ്മീഷനായി ലഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഓണം ബമ്പർ അടിച്ച വ്യക്തി പേര് വെളിപ്പെടുത്തിയതോടെ വീട്ടിൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയവരുടെ തിരക്കുണ്ടായതും ജേതാവിനും കുടുംബത്തിനും താൽക്കാലികമായി വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായതുമെല്ലാം കണക്കിലെടുത്ത് സമ്മാനം അടിക്കുന്നവർ പേരുകൾ ഇപ്പോൾ വെളിപ്പെടുത്താറില്ല. ടിക്കറ്റുകൾ രഹസ്യമായി ലോട്ടറി വകുപ്പിൽ ഏൽപ്പിക്കും. ഇത്തവണയും അങ്ങനെ സംഭവിക്കാനാണ് സാധ്യതയെന്ന് ലോട്ടറി ഉദ്യോഗസ്ഥർ അറിയിച്ചു. 1967 നവംബർ 1 ആദ്യ ലോട്ടറിയുടെ നറുക്കെടുപ്പ്. PK കുഞ്ഞായിരുന്നു ധനമന്ത്രി. 1 ലക്ഷമായിരുന്നു അന്നത്തെ ബമ്പർ സമ്മാനം. കാക്കനാട് KBPS പ്രസിൽ അച്ചടിക്കുന്ന ഭാഗ്യക്കുറികൾ 36 സബ് ജില്ലാ ഓഫീസുകളിലേക്ക് എത്തിക്കും. ഏജന്റുമാർ ഇവിടെ നിന്നുമായിരിക്കും ലോട്ടറി വാങ്ങുക. വിൽക്കാത്ത ടിക്കറ്റുകൾ ലോട്ടറി വകുപ്പ് തിരിച്ചെടുക്കുകയുമില്ല. ഏജന്റുമാർ വാങ്ങാത്ത ലോട്ടറി ഓഫീസുകളിൽ അധികം വരുന്ന ടിക്കറ്റുകൾ നറുക്കെടുപ്പിൽ നിന്നും ഒഴിവാക്കും. 50 ലക്ഷം ടിക്കറ്റുകളാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പറിനായി അച്ചടിച്ചത്. 45 ലക്ഷം ടിക്കറ്റുകൾ വിറ്റു. ഓണം ബമ്പറിനാണ് റെക്കോർഡ് കച്ചവടം. കഴിഞ്ഞ തവണ 65 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത്. വ്യാജനെ തടയാൻ തിളക്കമുള്ള മഷി ഉപയോഗിച്ച ടിക്കറ്റ് അടിക്കുവാൻ തീരുമാനിച്ചതാണ് അടുത്തിടെ വന്ന പുതിയ മാറ്റം. ലോട്ടറി വകുപ്പിന്റെ ഭാഗ്യ കേരളം ആപ്പ് ഉപയോഗിച്ചും QR കോഡ് സ്കാൻ ചെയ്താലും ടിക്കറ്റ് വ്യാജനാണോ എന്ന കാര്യം തിരിച്ചറിയാം. ടിക്കറ്റിന് സമ്മാനം ഉണ്ടോ എന്നറിയുവാനും QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ബമ്പർ ലോട്ടറി അടിക്കുന്നവർ തുക അനാവശ്യമായി ചെലവഴിക്കുന്നത് ഒഴിവാക്കാനായി ലോട്ടറി വകുപ്പ് ക്ലാസുകളും ആരംഭിച്ചിട്ടുണ്ട്. ലോട്ടറി വകുപ്പിന്റെ പഠനമനുസരിച്ച് ലോട്ടറി അടിച്ച ഭൂരിപക്ഷം പേരും പണം അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിച്ച് നശിപ്പിക്കുകയാണെന്ന് കണ്ടെത്തിയിരുന്നു. മക്കളുടെയും ബന്ധുക്കളുടെയും സമ്മർദ്ദം കൊണ്ട് പണം മറ്റു കാര്യങ്ങൾക്കായി ചെലവഴിച്ച് തീർത്ത് ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വന്നവരും ധൂർത്തടിച്ച് നശിപ്പിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. ബന്ധുക്കൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞ കഥകളും അനേകം. ലോട്ടറി വകുപ്പ് ബമ്പർ സമ്മാനം ഏർപ്പെടുത്തി തുടങ്ങിയ കാലത്ത് 10 ലക്ഷം രൂപ സമ്മാനം അടിച്ചയാൾ ഒറ്റ സിനിമ കാണാനായി തിയേറ്റർ സീറ്റുകൾ മുഴുവൻ ബുക്ക് ചെയ്യുകയും പിന്നീട് ധൂർത്തിലൂടെ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്ത സംഭവമുണ്ട്. ഉചിതമായ നിക്ഷേപ രീതികൾ പഠിപ്പിക്കുന്നതിലൂടെ ഇതെല്ലാം ഒരു പരിധി വരെ അവസാനിപ്പിക്കാനാകുമെന്നാണ് വകുപ്പിന്റെ പ്രതീക്ഷ. ലോട്ടറി അടിച്ചയാൾ 30 ദിവസത്തിനകം ടിക്കറ്റിന്റെ ഒറിജിനൽ ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കണം. 1 ലക്ഷം രൂപ വരെയുള്ള സമ്മാനം ജില്ലാ ലോട്ടറിയുടെ ഓഫീസ് വഴി വിതരണം ചെയ്യാം. 1 ലക്ഷത്തിന് മുകളിൽ സമ്മാനമുള്ള ടിക്കറ്റുകൾ ലോട്ടറി ഡയറക്ടറേറ്റിൽ സമർപ്പിക്കുമ്പോൾ ടിക്കറ്റിന് പുറകിൽ പേരും ഒപ്പും വിലാസവും രേഖപ്പെടുത്തണം. ലോട്ടറി അടിച്ചതായി സ്വയം സാക്ഷ്യപ്പെടുത്തിയ കടലാസിനൊപ്പം ടിക്കറ്റിന്റെ 2 വശങ്ങളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും നൽകണം. ഗസ്റ്റ് ഓഫീസറോ നോട്ടറിയോ സാക്ഷ്യപ്പെടുത്തിയ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൈമാറണം. സമ്മാനം സ്വീകരിക്കുന്നതിനായി നിശ്ചിത ഫോമിൽ രേഖപ്പെടുത്തി 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച വിലാസം രേഖപ്പെടുത്തണം. പ്രായപൂർത്തിയാകാത്തവർക്കാണ് ലോട്ടറി അടിച്ചതെങ്കിൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ഹാജരാക്കണം. 2 പേർ ചേർന്നാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ ഒരാളുടെ അക്കൗണ്ടിലായിരിക്കും പണം കൈമാറുക. ഇതിനായി 2 പേരും തുക പങ്കുവയ്ക്കുന്നതിനായിട്ടുള്ള സത്യവാങ്മൂലവും 50 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകണം. പാൻ കാർഡിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി നൽകണം. റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇലക്ഷൻ ID ഇതിലേതെങ്കിലും ഒന്നിന്റെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും നൽകണം. ഈ രേഖകളെല്ലാം ഉൾപ്പെടുത്തി ടിക്കറ്റ് ബാങ്കുകളിലോ സഹകരണ ബാങ്കുകളിലും സമർപ്പിക്കാം. ബാങ്ക് അധികൃതർ ലോട്ടറി വകുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച ശേഷം അവ കൂടി ഉൾപ്പെടുത്തി ടിക്കറ്റ് ഡയറക്ടറേറ്റിന് സമർപ്പിക്കണം. സമ്മാനാർഹർ എത്തിയില്ലെങ്കിൽ ആ തുക സർക്കാരിലേക്ക് പോകും. 12 സീരീസ് ആണ് ഓരോ ഭാഗ്യക്കുറിക്കും ഉണ്ടാവുക. ലോട്ടറി ടിക്കറ്റിന്റെ മുകളറ്റത്ത് ഇംഗ്ലീഷ് അക്ഷരത്തിലുള്ളതാണ് സീരീസ് നമ്പർ. ഇതിനൊപ്പമുള്ള നമ്പർ ആ ലോട്ടറിയുടെ എത്രാമത്തെ നറുക്കെടുപ്പാണ് നടക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു.
1,00,000-ൽ ആരംഭിക്കുന്ന നമ്പറുകളാണ് ഭാഗ്യക്കുറി ടിക്കറ്റിൽ അച്ചടിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ചാണ് നറുക്കെടുപ്പ്. 12 സീരീസുകളിൽ ഏതിനാണ് സമ്മാനം നൽകേണ്ടതെന്നാണ് ആദ്യം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുക. പിന്നീട് ഓരോ സീരീസിലും സമ്മാനം നൽകേണ്ട നമ്പറുകൾ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തും. 1, 2, 3 സ്ഥാനങ്ങളിലേക്കു മാത്രമാണ് സീരീസുകൾ ഉൾപ്പെടെ പരിഗണിച്ചുള്ള സമ്മാനം കണ്ടെത്തേണ്ടത്. തുടർന്നുള്ള സമ്മാനങ്ങളെല്ലാം ടിക്കറ്റിന്റെ നമ്പറിലെ ഒടുവിലത്തെ 4 അക്കങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ 4 അക്കങ്ങളിലെ ഓരോന്നായി യന്ത്രം ഉപയോഗിച്ചാണ് കണ്ടെത്തുക. ജനപ്രതിനിധികളുടെയും കലാ സാംസ്കാരിക രംഗത്തുള്ളവരുടെയും പാനൽ രൂപീകരിച്ചാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. ഇത്തവണത്തെ ഭാഗ്യശാലിയെ കാണാൻ കാത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ മുൻപ് ഭാഗ്യശാലിക്കുണ്ടായ അനുഭവം മുൻനിർത്തിക്കൊണ്ട് പേരും അഡ്രസ്സും വെളിപ്പെടുത്തുന്ന പ്രഹസനം ഇനി ഉണ്ടാകില്ല.